ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വീട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് കൃഷിയൊക്കെ ഒന്ന് കാണാം. ഇവിടെയുള്ള എല്ലാ കൃഷിയും എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇതിലെല്ലാം ഇത് ഞങ്ങളുടെ കുഞ്ഞു ലോകത്തുള്ള കുഞ്ഞു കൃഷിയിടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിലെ ചാമ്പക്ക മരമാണിത്. ഇതിൽ തന്നെ പടവലം അതൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ, മത്തൻ്റെ ഉള്ളിയൊക്കെ. അപ്പോൾ അതിൽ ഒരുപാട് ചാമ്പക്ക ഉണ്ടാവും കേട്ടോ. ഇതിനങ്ങനെ സീസണൊന്നുമില്ല കേട്ടോ, എല്ലാ ടൈമിലും ചാമ്പക്ക ഉണ്ടാവും. അപ്പോൾ നല്ല റെഡ് കളർ ചാമ്പയ്ക്കാവും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. നമ്മളെ വൈറ്റും ഗ്രീനും ഒക്കെയുള്ള അപേക്ഷിച്ച് ഇതിന് കുറച്ചും കൂടെ സ്വീറ്റാണ് കേട്ടോ, നല്ല രസമാണ്. ഇത് നല്ല റെഡ് കളറാവും. അപ്പോൾ ഇത് രാവിലെയൊക്കെ കുറേ വീണ് കിടക്കും കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ എടുത്തു കൊണ്ടുപോകും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ തക്കാളിയാണ് കേട്ടോ വീട്ടിലുള്ളത്. അപ്പോൾ തക്കാളി ഇപ്പോൾ ഈടായിട്ട് ഞങ്ങൾ കുറേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഞങ്ങൾ വീട്ടാവശ്യത്തിനൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ, പുറത്തുനിന്ന് നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ തന്നെ തക്കാളിയൊക്കെ ഉണ്ടാവും. അപ്പം ഇതിൽ കുറേ പഴുത്തതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡെയിലി ഇങ്ങനെ ആവശ്യത്തിന് ഇതിൽ നിന്ന് പറിച്ചെടുക്കാറാണ് ചെയ്യാറ്. അങ്ങനെ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യാറൊന്നുമില്ല, നല്ല ഫ്രഷ് ആയത് അപ്പം തന്നെ പറിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഇതിൽ കുറച്ചൊക്കെ പഴുത്തത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കൃഷിയൊക്കെ ചെയ്യുക കേട്ടോ. ഇതുപോലെ തക്കാളി, മുളക് അതുപോലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ വീട്ടാവശ്യങ്ങൾക്ക് നമുക്ക് പുറത്തൊന്നും പോവേണ്ടി വരില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. തക്കാളിയൊക്കെ പെട്ടെന്ന് നമുക്ക് വളർന്ന് അതിൽ കായ്ക്കലൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതിലിത് കണ്ടോ, കുറച്ചൊക്കെ പഴുത്തതും നല്ല പഴുത്തതൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാൻ നോക്കുക. ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ട് അങ്ങനെ തക്കാളിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കയ്പക്ക നോക്കട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിനെ പാവയ്ക്ക എന്നൊക്കെ പറയും. നമ്മൾ മലപ്പുറത്ത് ഇതിനെ കയ്പക്ക എന്നാണ് പറയുക. അപ്പോൾ കയ്പയ്ക്കാണിത്. ഇത് പല രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ഹെൽത്തി ആക്കി വെക്കുന്ന ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് കയ്പക്ക എന്ന് പറയുന്നത്. ഒരുപാട് ഹെൽത്തി ആവും. പിന്നെ കയ്പക്ക ജ്യൂസൊക്കെ കുടിക്കുമല്ലോ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കണ്ടോ, റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ നോക്കുകയാണെങ്കിൽ നല്ല കുറേ ഉണ്ടാവും. ഇതിപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. കയ്പയ്ക്ക ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നില്ല, ഒക്കെപ്പാട് ഒരുമിച്ചായതുകൊണ്ട്. കയ്പയ്ക്കും വെണ്ടയ്ക്കും പയറൊക്കെ ഒരേ ഇതിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ മാവിൻ്റെ സീസണാണല്ലോ, മാങ്ങ സീസണാണല്ലോ. അപ്പോൾ മാവൊക്കെ ഒരുപാട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലതൊക്കെ കരിഞ്ഞു പോകും, കാറ്റൊക്കെ 2 ദിവസം കാറ്റൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പോയി. പിന്നെ മുരിങ്ങ, അതുപോലെ മുരിങ്ങ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. മുരിങ്ങക്കായ ഉണ്ടാവണതും അല്ലാത്തതുകൊണ്ട് ഇലക്കറിക്ക് യൂസ് ചെയ്യണതും. പിന്നെ ഇത് കാന്താരി മുളകാണ്, ഇവിടെ ഞങ്ങൾ ചീഞ്ഞ മുളക് എന്നൊക്കെ പറയും. ഇത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുറേ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ എപ്പോഴും ഒന്നും എടുക്കാറൊന്നുമില്ല, എപ്പോഴേലൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കും എന്നല്ലാണ്ട് അങ്ങനെ എടുക്കാറൊന്നുമില്ല. ഇത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സാധാ മുളകുണ്ട്, അതും അത്യാവശ്യം ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ ഒരുമിച്ച് എടുത്തു തരാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇത് പയറാണ് കേട്ടോ. പയർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചെടിപ്പയർ എന്നൊക്കെ പറയും കേട്ടോ. ഇതിങ്ങനെ വല്ലാണ്ട് വള്ളി പോലെ ആവുക, ഹൈറ്റ് വയ്ക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതിലും കുറേ പയറൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നത് കാണിച്ചു തരാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് പയർ, ഒരുപാടുണ്ട്. ഗ്രോ ബാഗിലാക്കിയിട്ട് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്.
നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറിയൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ കാപ്പിയുടെ ചെടിയാണ് കേട്ടോ, കാപ്പിക്കുരുവിൻ്റെ. അപ്പോൾ ഇത് കുറേ മുന്നേ ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വെട്ടിക്കളഞ്ഞു. പിന്നെ കൊപ്പക്കായ ഉണ്ട്, പിന്നെ ഒരു പേരക്കയുടെ വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അതിലുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. പിന്നെ വേറെ പേരക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും വായ. ഇത് വായയിലേക്ക് കവുങ്ങുന്ന് ഇട്ടപ്പോൾ വീണതാണ് കേട്ടോ. അപ്പോൾ ഇത് പച്ചക്കായ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, വായൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളെ കവുങ്ങുന്ന് കിട്ടിയ കുറേ ഇത് അടയ്ക്കൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കവുങ്ങ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റ് വയ്ക്കാത്ത ടൈപ്പിലുള്ള കവുങ്ങിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്, എനിക്കറിയില്ല. മറ്റേന്ന് അത്യാവശ്യം നമുക്ക് അടക്കമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിലുള്ളത് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തേങ്ങയും ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ 2-3 തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. ഒക്കെ ഒന്നും ഒരുമിച്ച് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിലുള്ള എടുത്ത് കാണിക്കണമെന്ന് മാത്രം കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ. ടാറ്റാ, ബൈ ബൈ.